കുന്നംകുളത്ത് സ്വന്തം ഭാര്യയുടെ ജ്യേഷ്ഠത്തിയെ അതിക്രൂരമായി കഴുത്തറുത്തു കൊലപ്പെടുത്തിയ പ്രതിയെ ഇന്നലെ തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് വലിയ രീതിയിൽ ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു ജനരോഷമുണ്ടായിരിക്കുകയാണ്. ഡിസംബർ 30-നാണ് കുന്നംകുളത്തെ സിന്ധു എന്ന് പറയുന്ന വീട്ടമ്മ അതിക്രൂരമായി കഴുത്തറുത്തു കൊലപ്പെടുത്തുന്നത്. സിന്ധുവിൻ്റെ അനിയത്തിയുടെ ഭർത്താവായിട്ടുള്ള കണ്ണനാണ് സിന്ധുവിനെ കൊലപ്പെടുത്തിയത്. ഈ കണ്ണൻ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം നേരത്തെ ഗൾഫിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ആ സമയത്ത് പല ആളുകളിൽ നിന്നും ഗൾഫിൽ ജോലി വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു തുക കണ്ണൻ വാങ്ങിയിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ഒരു കടക്കെണിയായി മാറുകയും ചെയ്തു. ഇത്തരത്തിൽ വലിയ രീതിയിൽ കടം വന്നതോടുകൂടി ഈ കടം എങ്ങനെ വീട്ടാമെന്നുള്ള ഒരു ചിന്തയിലേക്ക് കണ്ണൻ മാറുകയും പിന്നീടാണ് കണ്ണന് തൻ്റെ ഭാര്യയുടെ ജ്യേഷ്ഠത്തിയായ സിന്ധുവിൻ്റെ പക്കൽ ഒരുപാട് ആഭരണങ്ങൾ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ ആഭരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡിസംബർ 30-ാം തീയതി സിന്ധു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയുന്ന സമയത്ത് കണ്ണൻ വീട്ടിലെത്തുകയും സിന്ധുവിനെ അതിക്രൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുന്നത്. സിന്ധുവിൻ്റെ കഴുത്തിലും വീട്ടിലും ഉണ്ടായിരുന്ന സ്വർണ്ണമടക്കം ഈ കണ്ണൻ എന്ന് പറയുന്നയാൾ കവർന്നെടുക്കുകയും ചെയ്തിരുന്നു. ഉടനെ തന്നെ ഈ സംഭവം വലിയ രീതിയിൽ കാട്ടുതീയായി പ്രചരിക്കുകയും അവിടുത്തെ പ്രദേശവാസികളായിട്ടുള്ള ചെറുപ്പക്കാർ തന്നെ വാട്സപ്പ് സന്ദേശത്തിലൂടെ ഡിസംബർ 30-ന് ഈ കൊലപാതകം നടന്നിട്ട് ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ തന്നെ അവിടുത്തെ ചെറുപ്പക്കാർ ചേർന്ന് ഈ പ്രതിയെ പിടികൂടുകയായിരുന്നു. പിന്നീട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. ആ പോലീസ് ഇന്നലെ ഈ പ്രതിയെ തെളിവെടുപ്പിന് വേണ്ടി കൊണ്ടുവന്നു. തെളിവെടുപ്പിന് കൊണ്ടുവന്ന സമയത്ത് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള രോഷമാണ് ഉണ്ടായത്. പലരും വലിയ രീതിയിലുള്ള തെറിയടക്കം ഇയാളെ പറയുകയും ഇയാളെ കയ്യേറ്റം ചെയ്യാൻ ഒരുങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പോലീസ് ഇടപെട്ടതോടുകൂടിയാണ് ഈ കണ്ണൻ എന്ന് പറയുന്ന ഈ പ്രതിക്ക് വലിയ രീതിയിലുള്ള അടിയൊന്നും കിട്ടാതെ രക്ഷപ്പെട്ടത്. ഏതായാലും പോലീസ് വളരെ പാടുപെട്ടാണ് ഈ തെളിവെടുപ്പ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.